ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത CBSE പരീക്ഷകളടക്കം മാറ്റിവെച്ച സാഹചര്യം ഒരുങ്ങുന്നു. പലതരത്തിലുമുള്ള നിർദ്ദേശങ്ങൾ, വാർണിംഗ് അടക്കം അവിടെ വരുന്നു, മുൻകരുതലുകൾ വരുന്നു. മിസൈലുകൾ പല മേഖലകളിലും പതിക്കുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. മിസൈലുകൾ പ്രതിരോധിക്കുമ്പോൾ അതിൻ്റെ ചീളുകൾ പല ബിൽഡിങ്ങുകൾക്ക് മുകളിലും വീണ് നാശനഷ്ടമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഒട്ടും പരിചിതമല്ലാത്ത സാഹചര്യത്തിലൂടി കടന്നു പോകേണ്ടി വരുന്ന ഒരു ജനത, അവർക്ക് ഭീതി ഉണ്ടാവുക സ്വാഭാവികമാണ്. പക്ഷേ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ആ മേഖലകളിലൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നത് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യമായി തന്നെയാണ് ഇപ്പോൾ കരുതുകയും ചെയ്യേണ്ടത്. നമുക്കിനിയും കാത്തിരുന്ന് കാണണം എത്ര നാൾ ഈ യുദ്ധം മുന്നോട്ട് പോകും എന്നുള്ളത്. മറ്റൊന്ന് എന്ന് പറയുന്നത്, ഇതിൻ്റെ ഒരു പ്രത്യാഘാതം, ഈ ഇസ്രായേൽ ഇത്തരം രാജ്യങ്ങളെ ആക്രമിക്കുമ്പോൾ അവർക്കും തിരിച്ചാക്രമിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പലരും പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇനിയും ടെഹ്റാനിൽ നിന്ന് ഇത്തരം ആക്രമണം ഉണ്ടായാൽ തിരിച്ചടി ഭയാനകമായിരിക്കുമെന്നാണ് അല്പം മുമ്പ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. ആ തരത്തിൽ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ഇറാനിൽ മേൽ കൂടുതൽ ആക്രമണം നടത്തുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണണം. അതിനിടയിലാണ് അജയ് പറഞ്ഞതുപോലെ ടെഹ്റാനെ കേന്ദ്രമാക്കി ഇസ്രായേലിനെ കേന്ദ്രമാക്കി ഇസ്രായേലിലേക്ക് കൂടുതൽ മിസൈലുകളും മറ്റും പതിപ്പിക്കുന്ന ഒരു പശ്ചാത്തലം ഒരുങ്ങി വരുന്നത്. അജയ്, അത് ഇസ്രായേൽ IDFന്റെ പുതിയ റിലീസ് വരുന്നത് നാശനഷ്ടങ്ങൾ കാര്യമായി ഇല്ല എന്നുള്ളതാണ്. അത് ആ തരത്തിൽ തന്നെയാണോ? എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ ഇറാനിൽ നിന്നുള്ള ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് 40 കെട്ടിടങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ്. ഈ 40 കെട്ടിടങ്ങളിൽ ആക്രമണങ്ങൾ നടക്കും എന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. ടെല്ലവീവിൽ ഇത് കാരണം ഈ 40 കെട്ടിടങ്ങളിൽ നിന്ന് 200ഓളം പേരെ ഒഴിപ്പിക്കുന്ന ഒരു സ്ഥിതിയുമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് മരണസംഖ്യ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഇസ്രായേൽ ഔദ്യോഗികമായിട്ട് ഇക്കാര്യത്തിൽ പറയുന്നത്. പക്ഷേ മറ്റൊരു കാര്യം അവർ സൂചിപ്പിക്കുന്നത്, ഒരു യുവതി കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ്. ഇന്നലെ രാത്രിയാണ് ഒരു യുവതി ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നത്. അതിനുശേഷം മറ്റ് ആക്രമണത്തിൻ്റെതായിട്ടുള്ള മറ്റ് അപ്ഡേറ്റുകളൊന്നും ഇസ്രായേലിൽ നിന്ന് അധികം, ഈ കാഷ്വാലിറ്റിയെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും അധികം പുറത്തു വന്നിട്ടില്ല. അജയ്, അവരുടെ പേര് നേരത്തെ പറഞ്ഞതുപോലെ അവരൊരു ഫിലിപ്പീനിയായ ഒരു യുവതിയാണ്. അവരവിടെ കെയർ ഗിവറായി ജോലി ചെയ്യുകയായിരുന്നു. ഈ മിസൈലുകൾ വീണപ്പോൾ അതിൻ്റെ പുകപടലങ്ങളിൽ നിന്ന് ശ്വാസം മുട്ടിയാണ് ഇവർ മരിച്ചത് എന്നുള്ള വിവരമുണ്ട്. അതെ, ഏതാണ്ട് 200ഓളം പേർക്ക് പരിക്കേറ്റതായിട്ടുള്ള ചില വിവരങ്ങൾ കൂടിയുണ്ട്. അല്ലാതെ മറ്റ് കൂടുതൽ പേർ മരിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളൊന്നും നിലവിൽ പുറത്തു വന്നിട്ടില്ല. അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ നിലവിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ശേഖരിക്കാനായിട്ടുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒമാനിലുള്ള ആക്രമണത്തിൽ, ഒമാനിൽ ഈ ഓയിൽ ടാങ്കിന് സമീപം നടന്ന ഈ പൊട്ടിത്തെറിയിൽ 4 പേർക്ക് പരിക്കേറ്റതായിട്ട് വിവരമുണ്ട്. 4 പേരും തൊഴിലാളികളാണ്. ഇവിടെ കൂടുതൽ ഈ വിദേശത്ത് നിന്ന് വന്ന് അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ക്യാമ്പുകൾ സ്ഥിതി ചെയ്തിരുന്ന സ്ഥലമായിരുന്നു ഈ ഒരു തുറമുഖവും അതുപോലെ തന്നെ ഇതിന് സമീപമുള്ള ഓയിൽ ടാങ്കറും. അപ്പോൾ ഇവിടെ 2 ഡ്രോണുകൾ വന്ന് പതിച്ചത് കാരണം ഈ ദുഃഖം പോർട്ടിലും ഈ മേഖലയിലും കനത്ത രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നേരത്തെ കണ്ടതാണ്. അപ്പോൾ ഇതിലാണ് ഇപ്പോൾ ഈ 4 പേർക്ക് പരിക്കേൽക്കുന്ന ഒരവസ്ഥയുണ്ടായത്. 20ഓളം ആളുകളെ ഇവിടെ നിന്ന് ഈ അപകടത്തിന് ശേഷം ഒഴിപ്പിച്ചിരുന്നു. പക്ഷേ ഒരു അനിഷ്ട സംഭവം തന്നെയാണ്. ഒമാനെ മാത്രമായിരുന്നു ഈ ഇറാൻ ഈ ആക്രമണങ്ങൾ തുടങ്ങിയതിന് ശേഷം ഇതുവരെ ആക്രമിക്കാതെ വിട്ടിരുന്നത്. അതിനുശേഷം ഇത്തരത്തിലൊരു ആക്രമണം നടത്താൻ ഉണ്ടായ സാഹചര്യം എന്താണെന്നുള്ളത് നിലവിൽ വ്യക്തമായിട്ടില്ല. അത്തരം വിവരങ്ങൾ ഉൾപ്പെടെ ഇനി പുറത്തു വരേണ്ടതുണ്ട്. ഈ ഒമാൻ പ്രധാനമായിട്ടും ഇറാനും അമേരിക്കയ്ക്കും ഇടയിലെ മധ്യസ്ഥത ചർച്ചകൾക്ക് നേതൃത്വം വഹിച്ച രാജ്യമായിരുന്നു. ഈ ആക്രമണങ്ങൾ തുടങ്ങിയതിന് ശേഷം അമേരിക്കയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഒമാൻ രംഗത്ത് വന്നത്. അത്തരത്തിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ സംസാരിക്കുന്ന ഇത്തരമൊരു രാജ്യത്തിന് നേരെ ആക്രമണം നടത്തിയിട്ട് എന്തായിരുന്നു അതിൻ്റെ ഉദ്ദേശം എന്ന കാര്യം ഉൾപ്പെടെ ഇനി പുറത്തു വരേണ്ടതുണ്ട്. ഇപ്പോൾ അബുദാബിയിൽ ഉൾപ്പെടെ ഉള്ള നടന്ന ഡ്രോൺ ആക്രമണത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. നേരത്തെ അബുദാബിയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് പ്രകാരം അവിടെ 2 ഡ്രോണുകൾ പതിച്ച് 2 കെട്ടിടത്തിൽ താമസിച്ചിരുന്ന ചിലർക്ക് പരിക്കേറ്റ വിവരങ്ങളെല്ലാം വന്നിരുന്നു. ഇപ്പോൾ ഒരു അമ്മയ്ക്കും കുഞ്ഞിനും പരിക്കേറ്റതായിട്ടുള്ള ചില വിവരങ്ങൾ കൂടി അബുദാബിയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. അവിടെയുള്ള എത്തിഹാദ് ടവേഴ്സ് ബിൽഡിങ്ങിൽ നടന്നിട്ടുള്ള ഒരു ഡ്രോൺ ആക്രമണത്തിലാണ് ഈ അമ്മയ്ക്കും കുഞ്ഞിനും പരിക്കേറ്റിട്ടുള്ളത്. എത്തിഹാദ്
ടവറിൽ ചെറിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളും ഇതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെയുള്ള വിമാന പ്രതിസന്ധി അതിപ്പോഴും തുടരുകയാണ്. പല വിമാനത്താവളങ്ങളും ഇപ്പോഴും അടച്ചിട്ടിരിക്കുകയാണ്. മിക്ക വിമാനത്താവളങ്ങളിലും ആക്രമണം നടന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അബുദാബി, അതുപോലെ തന്നെ ദുബായ് വിമാനത്താവളങ്ങൾ, അങ്ങനെ പല സ്ഥലങ്ങളിലും ആക്രമണങ്ങൾ നടന്നു. അതുപോലെ തന്നെ ഇപ്പോൾ മറ്റൊരു വിവരമെന്ന് പറയുന്നത് സൗദിയുടെ ക്യാപിറ്റലായിട്ടുള്ള റിയാദിൽ ചില പൊട്ടിത്തെറി ശബ്ദങ്ങൾ കേട്ടതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. അൽ ജസീറയാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. റിയാദിൽ പല ഭാഗത്തായിട്ട് ഈ പൊട്ടിത്തെറി ശബ്ദങ്ങൾ കേട്ടു. ഇതിൻ്റെ വിശദാംശങ്ങൾ അത് കൂടുതൽ ഇനി പുറത്തു വരേണ്ടതുണ്ട്. ഇനി ഡ്രോൺ ആക്രമണമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മിസൈൽ വർഷമാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും പശ്ചിമേഷ്യയിൽ ഇതുവരെ നേരത്തെ IRGCയുടെ ഭാഗത്ത് നിന്ന്, ഇറാൻ്റെ ഡിഫൻസ് ഫോഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഇസ്രായേലും അമേരിക്കയും ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള കനത്ത ആക്രമണമായിരിക്കും വരും മണിക്കൂറുകളിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ IRGCയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം വന്നത്. അപ്പോൾ അതുതന്നെയാണ് പശ്ചിമേഷ്യയിലുള്ള ഒരിക്കലും അമേരിക്കയെ നേരിട്ട് ലക്ഷ്യം വയ്ക്കാൻ ഇറാനെ കൊണ്ട് സാധിക്കില്ല. അപ്പോൾ പശ്ചിമേഷ്യയിലുള്ള അമേരിക്കൻ ബേസുകൾ കേന്ദ്രീകരിച്ചുള്ള ആക്രമണങ്ങൾ അത് അവർ കൂടുതൽ കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ശക്തമായിട്ട് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പല ആൾനാശവും അത് ജനവാസ മേഖലയെന്നോ അല്ലെങ്കിൽ സൈനിക കേന്ദ്രങ്ങളോ എന്നില്ലാതെ ഈ ആക്രമണങ്ങൾ അത് കൂടുതൽ മേഖലയിലേക്ക് വ്യാപിക്കുന്നത് അത് വലിയ ആശങ്കാജനകമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നൊരു വിവരം വരുന്നതെന്ന് പറഞ്ഞാൽ അവിടെ കറാച്ചിയിൽ മാത്രമല്ല ലാഹോറിലും പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. വിവിധ ഷിയ സംഘടനകൾ കറാച്ചിക്ക് പിന്നാലെ ലാഹോറിലും പ്രതിഷേധവുമായി നിലവിൽ രംഗത്തെത്തിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ അവിടുത്തെ പോലെ തന്നെ വഷളാണോ എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും കറാച്ചിയിലെ പ്രതിഷേധം അത് കുറച്ച് കടുത്തുപോയി. 9 പേരുടെ മരണത്തിനിടയാക്കിയ വലിയ വെടിവെപ്പിലേക്ക് അത് കൊണ്ടുപോവുകയായിരുന്നു. 30-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ വലിയൊരു സംഭവം തന്നെയാണ് കറാച്ചിയിലെ പ്രതിഷേധങ്ങളിലുണ്ടായത്. ഇന്ത്യയിൽ കശ്മീരിലടക്കം ഈ ഷിയ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ഉണ്ടായിരുന്നുവെങ്കിലും അത് ഏറെ സമാധാനപരമായിട്ടുള്ള പ്രതിഷേധമായിരുന്നു. പക്ഷേ കറാച്ചിയിൽ ഈ സ്ഥിതിഗതികൾ നിയന്ത്രണം വിട്ടു പോവുകയും അതൊരു സംഘർഷാവസ്ഥയിലാവുകയും അമേരിക്കൻ കോൺസുലേറ്റിനകത്തേക്ക് കടന്നു കയറിയ അക്രമികൾ ആ കോൺസുലേറ്റ് അടിച്ചു തകർക്കുകയും കമ്പുകളും വടികളും ഉപയോഗിച്ചുകൊണ്ട് കോൺസുലേറ്റിന് മുന്നിലുള്ള ഗ്ലാസുകൾ തകർത്തു, വാതിലുകൾ തകർത്ത് കെട്ടിടത്തിനകത്തേക്ക് കയറാൻ ശ്രമിച്ചു. അതിനുശേഷം കെട്ടിടത്തിന് തീയിടുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായി. അവിടെയുള്ള ചില അമേരിക്കൻ ജീവനക്കാർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം തന്നെയാണ് അവിടെയും നടന്നിട്ടുള്ളത്. എന്തായാലും കനത്ത രീതിയിലുള്ള സുരക്ഷ പല മേഖലകളിലും ഇപ്പോൾ ഈ ലാഹോറിൽ ഉൾപ്പെടെ തുടർന്നു വരികയാണ്. ഈ പ്രതിഷേധക്കാരെ നിയന്ത്രിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ലാഹോറിൽ നടക്കുന്നത്. ശരി, ഇനിയും ഖമേനിയുടെ പിൻഗാമി ആരായിരിക്കുമെന്നുള്ള കാര്യത്തിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. രാഷ്ട്രീയ വഴക്കവും പാണ്ഡിത്യവും ഒക്കെയുള്ള ഒരാൾ കൂടിയായിരുന്നു അയത്തുള്ള ഖമേനി. അല്ലെങ്കിൽ 36 വർഷം ഒരു രാജ്യത്തെ തൻ്റെ ചൊൽപ്പടിക്ക് നിർത്തി ഭരിക്കാനുള്ള കഴിവുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. 1989 മുതൽ ഖമേനി ഇറാനിൽ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത വിധം ഉള്ള നേതാവായിരുന്നു. ഈ ഏറ്റവും ഒടുവിൽ നടന്ന പ്രക്ഷോഭങ്ങളെയൊക്കെ ഉരുക്കുമുഷ്ടി കൊണ്ട് അടിച്ചമർത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി എങ്കിൽ പോലും ഖമേനിയുടെ അപ്രമാദിത്യം ആരും ചോദ്യം ചെയ്യാൻ തയ്യാറായിരുന്നില്ല. സൈന്യത്തിൻ്റെയും പ്രതിരോധ സംവിധാനത്തിൻ്റെയും വിദേശ നയരൂപീകരണത്തിൻ്റെ അടക്കം നിയന്ത്രണം ഖമേനിയുടെ കയ്യിൽ തന്നെയായിരുന്നു. ഖമേനിയുടെ മരണശേഷം ഭരണകൂടത്തിൻ്റെ നിയന്ത്രണം ആരിലേക്ക് എത്തും എന്നത് പ്രധാനമാണ്. അതിപ്പോൾ ഖമേനി തന്നെ രൂപം കൊടുത്ത റവല്യൂഷണറി ഗാർഡ് ഫോഴ്സ് ഉണ്ട്. അവരുടെ കൂടെ താല്പര്യം കണക്കിലെടുക്കേണ്ടി വരും. അവരുടെ കൂടെ താല്പര്യം അനുസരിച്ചായിരിക്കും ഒരു പുതിയ ആൾ അവരോധിക്കപ്പെടുക. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മകൻ മുഷ്താബ ഖമേനി ഈ സ്ഥാനത്തേക്ക് വരും. അത് നേരത്തെ തന്നെ ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെട്ടിരുന്ന ഒരു നാൾ കൂടിയാണ്. അങ്ങനെ വരുമെന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അതേസമയം ഖമേനി നേരത്തെ തയ്യാറാക്കിയ ആളുകളുടെ പട്ടികയിൽ മുഷ്താബ ഇല്ല എന്നും കേൾക്കുന്ന സംഗതിയുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിശ്വസ്തരായ 4 പേരുടെ പേരുകൾ ഇതിനകം പുറത്തു വന്ന പശ്ചാത്തലം കൂടിയുണ്ട്. പരമോന്നത നേതാവ് പദവി പാരമ്പര്യമല്ല എന്നുള്ള വിശ്വാസക്കാരനായിരുന്നു ഖമേനി. യോഗ്യനായ ആളെയാണ് ഈ പദത്തിലേക്ക് എത്തിക്കേണ്ടത് എന്ന് ഖമേനി വിശ്വസിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. ആ പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അതിന് ചില യോഗ്യതകൾ വേണം എന്നുകൂടി ഖമേനി വ്യക്തമാക്കിയ പശ്ചാത്തലം ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം 1979 മുഹമ്മദ് റിസ പഹ്ലവിയുടെ ഭരണകൂടത്തെ അട്ടിമറിച്ച് ഇസ്ലാമിക വിപ്ലവത്തിലൂടെ ഖമേനി അധികാരത്തിൽ വരുമ്പോൾ
അന്ന് മുതൽ മതഭരണമാണ് ഇറാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മതഭരണം അതേ തരത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ആത്മീയ തലത്തിലുള്ള ഒരാൾ വേണം എന്നുള്ള ഉദ്ദേശം ഖമനേയിക്കുണ്ടായിരുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ മതപരമായ കാര്യങ്ങളിൽ മാത്രം പോരാ, ഭരണപരമായും നയതന്ത്രപരമായും ഒക്കെ കഴിവുള്ള ഒരാൾ കൂടി വേണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. പരമോന്നതാവ് അന്തരിച്ചാൽ ഇറാന്റെ പ്രസിഡന്റ്, ജുഡീഷ്യൽ തലവൻ, ഗാർഡിയൻ കൗൺസിൽ അംഗം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.